ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് നന്നായിട്ട് പഴുത്തുപോയ പഴമല്ല, ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഈ ഒരു പഴത്തിന്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ 2 പഴവും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ 2 പഴവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്കൊരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കരുത്. ഒരു 10-20 മിനിറ്റ് നേരത്തേക്ക് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ തണുപ്പൊക്കെ വിട്ടിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാനായിട്ട്. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ നമ്മുടെ ഈ ഒരു കൂട്ട് റെഡിയായി കിട്ടുള്ളൂ. അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈദയാണ്. ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കണം എന്നുള്ളവർക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാവുന്നതാണ്. മൈദയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് മൈദയാണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രൂ കോഫി പൗഡറാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 4 ഏലക്കയാണ്. ഈ ഒരു ഏലക്കയും അതുപോലെ തന്നെ ഈ ഒരു ബ്രൂ കോഫി പൗഡറും കൂടെ ചേരുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ്. വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏലക്ക ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതൊരു നല്ല മധുരത്തിന്റെ പലഹാരം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം പറയേ വേണ്ട, അത്രയും ടേസ്റ്റിയാണ്. എല്ലാവർക്കും അറിയാം നെയ്യുടെ മണം. നമുക്ക് ഏത് പലഹാരത്തിനായാലും നെയ്യുടെ മണം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടാവും ഈ ഒരു പലഹാരം. ഇനിയിപ്പോൾ നെയ്യ് വേണ്ട എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ബട്ടർ ഉരുക്കി ഒഴിച്ചു കൊടുത്താലും മതി. ഇതൊന്ന് നല്ല പോലെ അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പാൽപ്പൊടി ഉള്ളത് കൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി പാല് തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നുള്ളവർക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഈ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആവത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1-2 സ്പൂൺ അളവിൽ പഞ്ചസാര ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. ഈ ഒരു പഞ്ചസാരയിലും നെയ്യിലും കിടന്ന് ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റും നല്ലൊരു മണവുമാണ്. ഇനി നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചിരുന്ന ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഭാഗം വെന്ത് കിട്ടും. ഇതിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വേറൊരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യിട്ട് കൊടുത്ത ശേഷം ഇതുപോലെ മൊത്തത്തിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇതിലേക്ക് തിരിച്ച് തട്ടാവുന്നതാണ്. പിന്നെ നമ്മൾ എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. ഞാനിത് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഫ്ലെയിം കുറച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പഴത്തിന്റെ ഭാഗം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ഹീറ്റ് കുറച്ചതിന് ശേഷം മാത്രം ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേ കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ആ ഒരു പഴത്തിന്റെ നമ്മൾ പഞ്ചസാര നെയ്യൊക്കെ ഇട്ട് കൊടുത്ത ആ ഒരു ഭാഗം മാത്രമാണ് കരിഞ്ഞു പോയിട്ടുള്ളത്. ആ ഒരു ഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പരുവാണ്. ഇതിന്റെ ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി പലഹാരമായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.